ദൈവജന പ്രദീപത്തിന്റെ ശ്രോതാക്കളായ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കാധാരമായ വചനം രാജാക്കന്മാർ 2-ാം പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. എലീശ പ്രവാചകന്റെ കാലത്ത് ചില കുട്ടികൾ അദ്ദേഹത്തെ പരിഹസിച്ചതിൻ്റെ അനന്തരഫലമാണ് നാം ഇവിടെ കാണുന്നത്. എലീശ നടന്നു പോകുമ്പോൾ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന ചില ബാലന്മാർ മൊട്ടത്തലയ കയറിവാ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. എലീശ അവരെ നോക്കി യഹോവ നാമത്തിൽ ശപിച്ചു. അപ്പോൾ കാട്ടിൽ നിന്നും 2 പെൺകരടികൾ പരിഹസിച്ച 42 ബാലന്മാരെയും കീറിക്കളഞ്ഞു. പരിഹാസം ഇന്ന് പല നിലകളിൽ എല്ലാ മേഖലകളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് സഹിക്കാനാവാതെ ദുർബലരായ ചിലർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളും നമുക്ക് ഓർമ്മയുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുന്നത്? സദൃശവാക്യങ്ങൾ 21-24 നിഗളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്ന് പേർ. അവൻ ഗർവത്തിൻ്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. പട്ടണത്തിൽ നിന്നും വന്ന ബാലന്മാരാണ് എലീശയെ പരിഹസിച്ചത്. എലീശയുടെ വേഷവും ഭാവവും ഭക്തിയും അവർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയില്ല. പട്ടണവാസികൾ മിക്കവാറും പരിഷ്കൃതരായിരിക്കുമല്ലോ. ഒരാളുടെ കണ്ണിൽ മറ്റൊരു വ്യക്തിയെ ചെറുതായി കാണുമ്പോഴാണ് ആ വ്യക്തിയെ പരിഹസിക്കുന്നത്. അത് അഹങ്കാരത്തിൽ നിന്നുളവാകേണ്ടതാണ്. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നു. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. ആ നിലയിൽ മദ്യത്തിനും ലഹരിക്കും അടിമകളായി മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരു സംഘത്തെ നമുക്ക് എവിടെയും കാണാം. അതിനാൽ ചാഞ്ചാടി നടക്കുന്നവർ ആരും ജ്ഞാനിയാകുകയില്ല എന്ന് ശലോമോൻ പറയുന്നു. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് 1-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവഭയത്തോടും ഭക്തിയോടും കൂടെ ജീവിക്കുന്നവരാണ് മിക്കവാറും പരിഹസിക്കപ്പെടുന്നത്. അവർ തിരിച്ച് പരിഹസിക്കുകയോ പകരം ചെയ്യുകയോ ഇല്ല എന്നതാണ് അതിന് കാരണം. എലീശ ഒരു പ്രവാചകനായിരുന്നത് കൊണ്ട് തന്നെ പരിഹസിച്ച കുട്ടികളെ യഹോവയുടെ നാമത്തിൽ ശപിച്ചതിനാൽ ആ കുട്ടികൾ ദൈവത്തിൻ്റെ ന്യായവിധി അനുഭവിക്കേണ്ടി വന്നു. ഇത് പരിഹാസികൾക്ക് ഒരു മുന്നറിയിപ്പാണ്. ഇയ്യോബ് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ച ഞാൻ എൻ്റെ സഖിക്ക് പരിഹാസ വിഷയമായി തീർന്നു. നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നു. കടുത്ത പരിശോധനയിൽ കൂടി കടന്നു പോകുന്ന ഇയ്യോബിന് ആശ്വാസമായിരിക്കേണ്ടവളാണ് തൻ്റെ ഭാര്യ. മറ്റുള്ളവർ പരിഹസിക്കുന്നത് എങ്ങനെയും സഹിക്കാം. സ്വന്തം ഭാര്യയും പരിഹസിച്ചാലോ അത് വളരെ വിഷമകരമാണ്. ഇയ്യോബിൻ്റെ ഭക്തിയാണ് പരിഹാസ വിഷയമായി തീർന്നത്. നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയുക. ശരീരമാസകലം വ്രണം ബാധിച്ച് ഓട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേറ്റ മുറിവാണ് തൻ്റെ ഭാര്യയുടെ പരിഹാസവാക്കുകൾ. എങ്കിലും വളരെ സമചിത്തതയോടെ ഇയ്യോബ് മറുപടി പറയുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഇയ്യോബ് മാത്രമല്ല, അനേക ഭക്തന്മാർ അകാരണമായി പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ആദിമ വിശ്വാസികൾ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചതായി എബ്രായർ 11 വായിക്കുന്നു. ഇക്കാലത്തും ഭക്തന്മാർ പരിഹസിക്കപ്പെടുന്നു. അടുത്ത സമയത്ത് ഒരു ദൈവഭക്തനെ ചാണകം തീറ്റിച്ച സംഭവം നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നു. ഭക്തരായ ദൈവമക്കളെ പരിഹസിക്കുവാൻ അവരെ നഗ്നരാക്കി പൊതുവഴിയിലൂടെ നടത്തിയിട്ടുള്ള സംഭവങ്ങളും ഓർമ്മയുണ്ട്. ഇത് വർദ്ധിച്ചു വരുന്നതേയുള്ളൂ. ഈ അന്ത്യനാളുകളിൽ പരിഹസിക്കപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം. പത്രോസ് അപ്പോസ്തലൻ അത് വ്യക്തമാക്കുന്നു. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദാനം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. പ്രിയരെ, ഈ നാളുകളിൽ ദൈവജനം ലോകദൃഷ്ടിയിൽ പരിഹാസ വിഷയമാകുമ്പോൾ സമചിത്തതയോടെ അതിനെ തരണം ചെയ്യുവാനും നമ്മുടെ പ്രത്യാശയെ ചോദ്യം ചെയ്യുന്നവരോട് സൗമ്യതയോടെ സമാധാനം പറയുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ നാഥൻ പരിഹാസങ്ങളും നിന്ദകളും ഏറ്റുവാങ്ങി ക്രൂശിൽ ശാപകരമായ മരണമനുഭവിച്ചവനാണ്. കർത്താവിനെ പകച്ച ലോകം നമ്മെയും പകയ്ക്കും, പരിഹസിക്കും. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഉപദ്രവമുണ്ടാകും. എന്നാൽ പരിഹാസികൾ നിശ്ചയമായും ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിൽ തങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരുമെന്നറിയാം. നാം ദൈവത്തിലുള്ള ആശ്രയവും ഭക്തിയും മുറുകെ പിടിച്ചുകൊണ്ട് അന്ത്യത്തോളം ദൈവസന്നിധിയിൽ
വിശ്വസ്തരായി മുന്നേറാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, പരിഹാസികൾ പരിഹാസത്തോടെ എഴുന്നേറ്റ് അങ്ങയിലുള്ള ഭക്തന്മാരെ പരിഹസിക്കുകയും അവരെ പകയ്ക്കുകയും ചെയ്യുമ്പോൾ, കർത്താവിനെ പകച്ച ലോകമാണല്ലോ ഞങ്ങളുടെ നാഥൻ ഞങ്ങൾക്ക് വേണ്ടി പരിഹാസവും നിന്ദയും ഏറ്റുവാങ്ങി ശാപകരമായ ക്രൂശി മരണം വഹിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ അവിടെ ഏറ്റെടുത്തു. ഞങ്ങൾക്ക് വേണ്ടി നിന്ദയും പരിഹാസവും ഏറ്റുവാങ്ങി. ഞങ്ങളുടെ കർത്താവിനെ പിൻപറ്റുമ്പോൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ആ പരിഹാസങ്ങളും നിന്ദകളും അതിനെ തരണം ചെയ്ത് വിശ്വാസത്തിൽ മുന്നേറുവാൻ, ഞങ്ങളുടെ ഭക്തി പരിഹസിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഭക്തിയിൽ തുടരുവാൻ, ദൈവകൃപയിൽ തുടരുവാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.